നമുക്ക് ഇതുവരെ കാപ്പി തന്നില്ലല്ലോ. മിണ്ടാതിരി സജി, ഉഷാന്റിയുടെ അമ്മ കേൾക്കും. ഞങ്ങൾക്ക് കാപ്പി. പള്ളിക്കൂടം വിട്ടങ്ങ് വന്ന് കേറിയില്ല, അതിനു മുമ്പ് കോപ്പി എനിക്ക് കൈ കഴിയുമ്പോൾ തരും. അവിടെ അടങ്ങിയേരി. കല്യാണി, ഉഷ നമുക്ക് ഹോർലിക്സ് കൊടുത്തോ? ഇപ്പൊ കൊടുക്കാൻ കൊച്ചണ്ടേ? ഈ നാശങ്ങൾ കാപ്പി കൊടുക്കാൻ കിടന്ന് കീറണ്. ആ നാണി പുന്നാരിച്ച് വഷളാക്കി വെച്ചിരിക്കാണ്. എഴുന്നേക്ക്, അടുക്കളയിൽ ചെന്നിരിക്കെ. കല്യാണി, ഇനി മേലാൽ ഇവർക്ക് അടുക്കളയിൽ ഭക്ഷണം കൊടുത്താൽ മതി കേട്ടോ. ശരി. എടി, ഈ സന്തതികൾ രണ്ടിനെയും ബാലന്റെ കണ്ണുമുമ്പ് കാണിക്കരുത്. അവന്റെ മനസ്സെങ്ങാനും മാറി. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ പറ്റുമേ. ഞാൻ അതുങ്ങൾ ഇവിടുന്ന് കടത്തി തരാം. നമുക്കൊന്നും തരത്തില്ലേ? അവർക്കൊക്കെ കൊടുത്തിട്ട് തരുമായിരിക്കും. നമ്മുടെ മമ്മി ഉണ്ടായിരുന്നെങ്കിൽ. അല്ലേ, എന്തിനാ മോങ്ങണത്? ഇവർ തള്ള ചത്തുപോയ? അയ്യോ, ഇത് വന്ന് ഞാൻ ചെയ്ത മാതിരിണ്ടല്ലോ. അടുക്കടേ വാ, അടുക്കടേ വാ. ഉടക്കല്ലോ പറഞ്ഞത്. കൈ വിടണ കൈ. അയ്യോ, നിങ്ങളെ ഞാനൊന്ന് കൊല്ലും, ഞാൻ കൊല്ലും, ഞാൻ കൊല്ലും, കൊല്ലും. ഇനി ഈ കുഞ്ഞുങ്ങളെ എങ്ങാനും തൊട്ടാൽ അന്ന് നിന്റെ ശവമായിരിക്കും. മക്കൾ ഊണുകൂടി പോയിരിക്കും. ഇടയെ ആന പറ, ഞാൻ 10 എണ്ണതിനകം കുഞ്ഞുങ്ങൾ കാത്തു കൊടുത്തിരിക്കണം. ആലോചനയാ. പക്ഷെ എന്ത് ചെയ്താ അവള് സമ്മതിക്കുകയല്ല. നേരാങ്ങളെ പറഞ്ഞു മടുത്ത്, ഇനി അടുത്താങ്ങളെ പറഞ്ഞു നോക്ക്. ഞാൻ ചോദിക്കാൻ പറ്റി മേരിക്കുട്ടി, മേരിക്കുട്ടി, നല്ലൊരു കല്യാണ കാര്യമാണ് നിനക്ക് വന്നിരിക്കുന്നത്. നീ എന്താ സമ്മതിക്കാത്തത്? എനിക്ക് കല്യാണം ഇഷ്ടമില്ല. എന്താ, നിനക്ക് ചെറുക്കനെ പിടിച്ചില്ലേ? ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ തുറന്നു പറയുന്നു. നീ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? ചോദിച്ചു കേട്ടില്ലേ? ആരെങ്കിലും നിന്റെ മനസ്സിലുണ്ടോ? ആരാണ്? പറയൂ. ആരായാലും നിങ്ങൾ വാ, ഞാൻ നടത്തിച്ചു തരാം. പറയൂ, ആരാണ്? നീ എന്താ കരയുന്നേ? മേരിക്കുട്ടി, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ആരാണെന്ന് എന്നോട് പറ, ഞാൻ നടത്തി തരാന്ന് പറഞ്ഞില്ലേ? ബാബുട്ടിന് ഇതുവരെ അത് മനസ്സിലായില്ലേ? ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്റെ ബാബുട്ടിനെയാണ്. എന്താ മായി? ആ വേലക്കാരൻ നാനെ പറഞ്ഞു വിട്ട ദേഷ്യത്തിന് എന്റെ ചെരുപ്പിന്റെ അടിയിൽ സോപ്പിട്ടിട്ട് വെച്ചിരിക്കുന്നു. ഞാൻ നടുവല്ലിയാ വീണത്. എന്റെ അമ്മേ, അമ്മേ. എടാ സജി, എടാ വാടാ ഇവിടെ, വാടാ ഇവിടെ. എടാ ഇങ്ങോട്ട് വരാൻ. എടാ നിന്നെ ഇന്ന് മര്യാദ പഠിച്ചുള്ളൂ. പട്ടി അടിച്ചോളൂ.
പതിവിലൂടെ അടിച്ചു, ഇഷ്ടംപോലെ അടിച്ചു. അടിയും തൊഴിയൊക്കെ ഈ കുമാരന് പുല്ല. പക്ഷേ ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ തൊട്ടാൽ കുമാരാ, കുമാരനെ പഴയ കുമാരനാക്കരുതേ മാന്നെ. എന്തിനായോ മാന്നെ ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ ഇവിടെ ഇട്ട് ഇങ്ങനെ ദ്രോഹിക്കുന്നത്? അവരെ വല്ല ബോർഡിങ്ങിലും ആക്കിക്കൂടെ? ശശിമോനെ, മോനെന്താ ഇങ്ങനിരിക്കുന്നേ? എന്ത് പറ്റി മോനെ? എന്താ മോനെ? എന്ത് പറ്റി? മോനെന്തിനാ കരയണേ? അതിനെന്താ, നാളെ തന്നെ അപ്പൂപ്പനും മോനും മമ്മിയും കൂടെ അവിടെ പോയി അവരെ കാണും. മോൻ കരയണ്ട. മമ്മി തന്നെ ഡാഡി തല്ലും. മമ്മി ഡാഡി തല്ലിയോ? ആ, ഡാഡി മമ്മിയുടെ കഴുത്ത് പിടിച്ച് ഞെക്കി എന്നിട്ട് തല്ലി. ആ, മോൻ പോയി കളിച്ചു. ഇന്ദു, അച്ഛൻ ഒരു കാര്യം ചോദിച്ചാൽ മോള് നേര് പറയുമോ? എന്താ? നീയും ഭർത്താവും തമ്മിൽ എന്താ പിണക്കം? പിണക്കത്തിന്റെ കാരണം മകളുടെ ഭർത്താവ് പറഞ്ഞറിയാതിരിക്കുന്നതാണ് നല്ലത്. നാളെ ഒരു കാലത്ത് നിന്റെ മകൾ നീനയ്ക്കാണെങ്കിൽ നിലവരുന്നതെങ്കിൽ നീ കാരണം തിരക്കാതിരിക്കൂ. അറിഞ്ഞേ തീരുമെങ്കിൽ ഞാൻ പറയാം. നിങ്ങളുടെ മകളുടെ കഴുത്തിൽ താലി കെട്ടിയത് ഞാനാണ്. ആ നിലയ്ക്ക് അവൾ എന്റെ മാത്രം ഭാര്യയായിരിക്കണം. ബാല, നീ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലായില്ലെങ്കിൽ മകളോട് തന്നെ ചോദിക്ക്, അവൾക്ക് മറ്റാരെങ്കിലും കൂടി ഉണ്ടോന്ന്. ആരാണ് അയാൾ? എനിക്കറിയണം. എന്റെ അനുജൻ ബാബു. അതെ, സ്വന്തം ഭാര്യ മറ്റൊരു പുരുഷനുമായി ബന്ധം പുലർത്തിയാൽ ഭർത്താവ് എന്ത് ചെയ്യണം? ഈ കുടുംബത്തിന്റെ മാന്യത കൊടുത്ത് ഞാൻ അവളെ കൊന്നില്ലെന്നേ ഉള്ളൂ. അമ്പടി പാഞ്ചാലി ചേട്ടനെ അനിയനെ ഒന്നിച്ച്